ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കോമ്പറ്റീഷനിൽ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് കുറഞ്ഞത് കൊണ്ട് തന്നെ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 2025 കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ അല്ലെങ്കിൽ ടോട്ടൽ കൺഫർമേഷൻ കൊടുത്ത സ്റ്റുഡൻസിന്റെ കൗണ്ട് ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. 7909 ആളുകൾ മാത്രമാണ് ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന്റെ കൺഫർമേഷൻ കൊടുത്തവരുടെ ലിസ്റ്റിലുള്ളത്. അത് ശരിക്കും പറഞ്ഞ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് അല്ലേ? അതായത് മുൻ വർഷങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയിലും താഴെയാണ് ഇത്തവണ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ എന്ത് ചെയ്തിട്ടുള്ളത്, കൺഫർമേഷൻ കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം കുറവ് സംഭവിച്ചിട്ടുള്ളത്? അതേപോലെ തന്നെ ഈ എക്സാമിൽ എത്രത്തോളം സാധ്യതകളുണ്ട്, ഇനിയും ഈ എക്സാമിന് പഠിച്ചാൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഈ എക്സാമിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ കേവലം ഒരു PSC ഇലക്ട്രിക്കൽ എക്സാംസ് എന്നുള്ളതിനപ്പുറത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ എത്രത്തോളം അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും, അതേപോലെ ഈ എക്സാമിന്റെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 7909 എന്ന് പറയുന്നത്, അതായത് 8000-ലും താഴെയാണ് നമ്പർ വന്നിരിക്കുന്നത്. ഈ ഒരു നമ്പർ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിന്റെ പകുതിയുടെ താഴെയാണ്, അല്ലെങ്കിൽ അതിലും താഴെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്തേ മതിയാവുള്ളൂ. മുൻ വർഷങ്ങളിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 20,000-ലധികം ആളുകൾ അപ്ലൈ ചെയ്യേണ്ടിരുന്ന ഒരു പോസ്റ്റിലേക്ക് അതിന്റെ എത്രയോ താഴെയുള്ള ഒരു നമ്പറിലാണ് ഇപ്പോൾ കൺഫർമേഷൻ വന്നിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി, അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും PSCയുടെ ഡേറ്റ എപ്പോഴും നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ എൻട്രിയിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് എൻട്രിയുടെ എല്ലാ എക്സാംസുകൾ PSC എക്സാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു എക്സാം ആണെങ്കിലും, അത് PSCയുടെ ഏതൊരു എക്സാം ആണെങ്കിലും അതിലൊരു 10% ആളുകൾ മാത്രമായിരിക്കും ഈ എക്സാമിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ടാവുക. അതൊരു കോമൺ ഡേറ്റയാണ്. അതായത് ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ആധികാരികമായിട്ടുള്ളൊരു ഡേറ്റ ആയിട്ടല്ല ഞാൻ പറയുന്നത്. PSCയുടെ ഏത് എക്സാംസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട്, എന്താ ഈ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ആ സിലബസിലെ ഓരോ പോയിന്റുകളിലും തിയറി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 10% മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതൊരു എന്താ പറയുക, ആ ഒരു നമ്പർ എന്ന് പറയുന്നത് അതിൽ കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 7900-ന്റെ ഒരു 10% നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ എക്സാമിൽ, ഇനി പോട്ടെ 10% എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി കൂട്ടാം, ഈ ഒരു എക്സാമിൽ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം ഒരു 1000 ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 1000 ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ നമ്മൾ ഒരു കോഴ്സൊക്കെ എടുത്തുകൊണ്ട് മാത്രം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ട്രെൻഡായിരുന്നു, ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് കുറേ ബുക്സ് ഒക്കെ വാങ്ങി വെക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ നോക്കാൻ നമ്മളെ കൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് സമയം കിട്ടാത്ത വിഷയം, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു താല്പര്യക്കുറവുണ്ടോ നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിലപ്പോൾ അത് ആ ബുക്കുകളൊന്നും വായിച്ചു പോകാറില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോഴ്സസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ അവിടെ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് ഈവൻ ഈ പറഞ്ഞിരിക്കുന്ന ജോയിൻ ചെയ്ത ആളുകൾ പോലും വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ കേവലം 1000 ആളുകളിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കോമ്പറ്റീഷൻ ലിമിറ്റഡ് ആയിട്ട് വരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ 1000-ൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേവലം ഒരു 25 പോസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുൻ വർഷങ്ങളിൽ 98 പോസ്റ്റ് പോയിട്ടുണ്ട്, അതേപോലെ 60 പോസ്റ്റ് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോകാറുണ്ട്. ഇനി പോട്ടെ ഒരു 50 പോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഇതൊരു ബിഗ് നമ്പർ അല്ലേ? അതായത് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത്, അതായത് PSC എക്സാം എഴുതുന്ന ആളുകളിൽ 50, മുഴുവൻ ആളുകളുടെ പെർസെൻറ്റേജ് അല്ല ഞാൻ എടുക്കുന്നത്, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളിൽ 50 ആളുകൾക്കെങ്കിലും ജോലി ലഭിക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് 20-ൽ ഒരാൾക്കെങ്കിലും, പ്രിപ്പയർ ചെയ്യുന്നവരിൽ 20-ൽ ഒരാൾക്കെങ്കിലും ഈ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിലൊരു നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു മറ്റൊരു കൺസേൺ ആണ്, ഓൾറെഡി എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പല എക്സാംസും ക്രാക്ക് ചെയ്ത ആളുകളുണ്ടാവും, അവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിൽ വരൂലേ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ട്. അതായത് ഇപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ ഉണ്ടാവില്ല, പക്ഷെ ഓൾറെഡി ഒരു സെറ്റ് ഓഫ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഈ എക്സാംസിൽ നന്നായിട്ട് കയറി പെർഫോം ചെയ്യൂലേ എന്നുള്ളത്. അതിനൊരു ആൻസർ പറയാന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു 2-3 വർഷം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഗോൾഡൻ ഇയർ തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെ ആ ഒരു വേർഡ് യൂസ് ചെയ്യാണ്, ഗോൾഡൻ ഇയർ എന്ന്. പലപ്പോഴും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഇയറിൽ നോക്കുകയാണെങ്കിൽ കേരള PSCയിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 1500-ലധികം അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു വർഷങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അത് കേരള PSCയിൽ മാത്രം. ഇനി RRB ജൂനിയർ എഞ്ചിനീയർ, SSC, RRB JEE, SSC തുടങ്ങിയ ഒട്ടനേകം എക്സാംസുകൾ വേറെയുണ്ട്. അതേപോലെ അത്തരം എക്സാംസുകൾ എല്ലാം കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത് ഒരു 2000 ആളുകൾ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ആ 2000 ആളുകൾ, ഈ 2000 ആളുകളുടെ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻ വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഇലക്ട്രിക്കൽ എക്സാംസുകളിലും 25,000-ഓളം ആളുകൾ, KCB സബ് എഞ്ചിനീയറിലൊക്കെ 25,000-ഓളം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 10% ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ള ആളുകളായിരിക്കും. അവരൊക്കെ പല കാലഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ പല ലിസ്റ്റുകളിലായിട്ട് ജോലിയിൽ കയറിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എക്സാംസ് ക്ലിയർ ചെയ്ത ആളുകളായിരിക്കും ഈ 2000-ഓളം ആളുകൾ. ഈ 2000-ലധികം ലഭിച്ച ആളുകൾ വീണ്ടും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു ജോലി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ജോലി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഡ്രീം ചെയ്ത് കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ആ ജോലിയിൽ എത്തിയതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ജോലി നമ്മൾ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യും. അതിൽ യാതൊരു സംശയമില്ലല്ലോ ആർക്കും. അപ്പോൾ അവർ പിന്നീട് വീണ്ടും ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് എന്ത് ചെയ്യാറുള്ളൂ, അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഒരു പക്ഷേ ഒരു 10-15 ആളുകൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശതമാനം, ഒരു 100 പേരുണ്ടെന്ന് കൂട്ടിക്കോ, അവരെങ്കിലും ഈ എക്സാമിന് വേണ്ടി ഒന്നുകൂടി പഠിച്ചു നോക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതായത് ഓൾറെഡി ഒരു എക്സാം ക്ലിയർഡ് ആണ്, എന്നാൽ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ കുറവായിരിക്കും. അതും ഞാൻ പ്രത്യേകം എടുത്തു പറയാണ്, ഓൾറെഡി അഡ്വൈസ് ഒക്കെ പോയി ജോലി കിട്ടിയ ആളുകളാണെങ്കിൽ ഈ നമ്പർ ഇത്രയും വരില്ല. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾ പിന്നെ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, പ്രിപ്പറേഷൻ നടത്താറുണ്ട്. പക്ഷെ ഒരു ജോലിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ കുറവായിരിക്കും. നമ്മൾ മറ്റൊരു നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്കായിരിക്കും ഉണ്ടാവുക. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പം ഞാനൊരു ജോലിയിൽ ഉണ്ടെന്ന് വിചാരിക്കാം, എനിക്കൊരു ഗവൺമെന്റ് സെക്ടർ ജോലി ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു PSC എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ ഫീൽ എന്തായിരിക്കും, എനിക്ക് ഓൾറെഡി പരീക്ഷ ഉണ്ട്, ഇതിപ്പോൾ കിട്ടിയാലും പ്രശ്നമില്ല, കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. ഈ എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ കോമ്പറ്റീഷൻ ആയിട്ട് മാറുമ്പോഴാണ് അതിലൊരു വ്യത്യാസം വരുന്നത്. അപ്പം മുൻ വർഷങ്ങളിൽ പ്രിപ്പറേഷനിലുള്ള ആളുകൾ ഓൾറെഡി ജോലിയിലുള്ള ആളുകളായിരിക്കും. അവർ നിങ്ങൾക്ക് വലിയൊരു കോമ്പറ്റീഷൻ ആവാൻ സാധ്യതയില്ല. ഇവിടെ വരാൻ പോകുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന 1000 ഉദ്യോഗാർത്ഥികളെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിലൊരു 50 പേരിൽ ഒരാളാവാൻ നിങ്ങൾ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലി തന്നെയായിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു ജോലി നേടാൻ ഇനി എത്ര ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളത്? അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 16-നാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 60 ദിവസങ്ങളാണ്. അതായത് 60ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം, അതായത് നവംബർ 14-ാം തീയതി നിങ്ങൾ ഈ പരീക്ഷ എഴുതണം. സോ നവംബർ 14-ാം തീയതി വരെയുള്ള ദിവസങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ള ഒരു റിസൾട്ടും ഇമ്പാക്റ്റും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന 60 ദിവസങ്ങൾ ഇനഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കോമ്പറ്റീഷനിൽ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് കുറഞ്ഞത് കൊണ്ട് തന്നെ 60 ദിവസം കൊണ്ട് നിങ്ങൾക്കിത് പഠിക്കാവുന്നതേ ഉള്ളൂ. 60 ദിവസം കൊണ്ട് കൃത്യമായിട്ടുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്നത് കേവലം ഒരു എക്സാം ആയിട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ഗോൾഡൻ ഇയറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, അതായത് കഴിഞ്ഞ ഒരു 2-3 വർഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഗോൾഡൻ ഇയർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയധികം അഡ്വൈസുകൾ PSCന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്? എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടല്ലേ. എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 2021 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതലാണ് ഈ എക്സാംസുകൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ 1 അവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്നത് ഇത് സീസൺ 2-ന്റെ ആരംഭമാണ് അല്ലേ. അതായത് ഈ ഒരു എക്സാമോട് കൂടി എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എക്സാംസുകളുടെ ഒരു സീരീസ് ഓഫ് എക്സാംസുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറഞ്ഞു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കുക. കാര്യം 7900 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിയിട്ടുള്ളൂ. സോ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതും ഗവൺമെന്റിൽ ഒരു ടെക്നിക്കൽ പോസ്റ്റിൽ, എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ ജോലി ലഭിക്കാനുള്ള മികച്ച അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ്, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.